കരീം അമ്മാ ബഅദ്. വെള്ളാരം കല്ലുപോലെ വെളുവെളുത്ത അബൂബക്കറിനും കരിമ്പാറ പോലെ കറുകറുത്ത ബിലാലിനും വിദേശിയായ സൽമാനുൽ ഫാരിസിക്കും സ്വദേശിയായ ഉമറിനും ഒരേ സ്ഥാനം വിധിച്ച ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ്, അതേ ലോകത്തിന്റെ നായകർ ഹബീബുന വസയ്യിദുന മുജ്തബ മുർത്തള ഷഫീഉൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ പൂമേനിയുടെ ജീവിത ചരിത്രം യാസ് മീഡിയയിലൂടെ പറയുകയാണ്. അതിന്റെ 4ാം ഭാഗം ആരംഭിക്കുകയാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഹലീമത്തു സഅദിയ ബിവി റളിയല്ലാഹു അൻഹ താൻ പൊന്നുപോലെ പോറ്റു വളർത്തിയ, തന്റെ മുലപ്പാല് നുകർന്നു കൊടുത്ത ആ പിഞ്ചു പൈതലിനെ തന്റെ സ്വന്തം മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അവരുടെ മനസ്സകങ്ങളിൽ മിന്നിമായുകയാണ് ആ കുട്ടിയെ കുറിച്ച്. 3ാം മാസത്തിൽ എഴുന്നേറ്റു നിന്ന കുട്ടി, 5ാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി, 9ാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി. എല്ലാം അസാധാരണമാണ്. വിശന്നാലും ദാഹിച്ചാലും പരാതി പറയില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും, വാശിയില്ല, വഴക്കില്ല. ഇതൊക്കെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു. വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടുവരാം. ആ കുടുംബം അങ്ങനെ ആ തീരുമാനത്തിലെത്തി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് ആമിന ബീവിയുടെ സമീപത്തെത്തി. ഉമ്മ മകനെ കണ്ടു കെട്ടിപ്പിടിച്ചു. മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി. ഹലീമ റളിയല്ലാഹു അൻഹാക്ക് മോന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല. ഞാൻ പോട്ട മോനെ, ഈ ഉമ്മയെ മറക്കരുത് മോനെ. ഹലീമ റളിയല്ലാഹു അൻഹാക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല. ഹലീമ റളിയല്ലാഹു അൻഹു വിതുമ്പിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഉമ്മയും മകനും ഒരു മുറിയിൽ താമസിക്കുകയാണ്. അവർക്കൊരു സ്വകാര്യ ലോകമാണ്. ഉമ്മ മോനോട് ഏറെ നേരം സംസാരിക്കും, മോൻ ഉമ്മയോടും സംസാരിക്കും. ഉമ്മ ചിന്തിച്ചു, എത്ര വ്യക്തമായി സംസാരിക്കുന്നു എന്റെ പൊന്നുമോൻ, ശുദ്ധമായ അറബി ഭാഷയിൽ. മോന്റെ അംഗചലനങ്ങൾക്ക് എന്തൊരു ഭംഗിയാണ്. സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരികയാണ്. അത് കാണുമ്പോൾ മാതൃഹൃദയം ത്രസിച്ചു. അബ്ദുൽ മുത്തലിബ് മോനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു. കഅബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായി. ഒരു ദിവസം ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്കും മോനും കൂടി ഒന്ന് യസ്രിബിൽ പോകണം. ആമിന ബീവിയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി. ദുഃഖ ചിന്തകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുകയാണ്. യസ്രിബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം. ആ ഖബർ സന്ദർശിക്കാനാണ്. പ്രിയപ്പെട്ടവനെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ആവശ്യം അതാണ്. ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും. ആമിന റളിയല്ലാഹു അൻഹ വേദനിക്കും. ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല. മോൻ ഇതുവരെ യസ്രിബിൽ പോയിട്ടില്ല. മോനെയും കൊണ്ട് യസ്രിബിൽ പോകാൻ ആമിന റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നു. പോയി വരട്ടെ, അതാണ് നല്ലത്. കാഫില പോകുമ്പോൾ കൂടെ വിടാം. നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം. വീട്ടിൽ തന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒട്ടകക്കാരുമുണ്ട്. ആമിന, നീ വിഷമിക്കേണ്ട, യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്യാം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ആമിന ബീവിക്ക് സമാധാനമായി. മോനെ, നമുക്ക് യസ്രിബിൽ പോകണം, ഉമ്മ മോനോട് പറഞ്ഞു. മോൻ ചോദിച്ചു, എന്തിനാണുമ്മ അവിടെ പോകുന്നത്? ഉമ്മ ബാപ്പയുടെയും അവിടെയുള്ള യസ്രിബിലുള്ള കുടുംബക്കാരുടെയെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു. യസ്രിബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമെന്നോ. അവർ കാത്തിരിക്കുകയാവും. മോന് സന്തോഷമായി. കാണാത്ത വീട്, കാണാത്ത നാട്, കാണാത്ത ബന്ധുക്കൾ. മോനിപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു അടിമ പെൺകുട്ടി. പേര് ഉമ്മു ഐമൻ എന്നാണ്. നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം. ഉമ്മ പറഞ്ഞു. മോന് അതിയായ സന്തോഷമായി. മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഉമ്മു ഐമനും പങ്കുചേർന്നു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്തൊരു സ്നേഹമാണ്. എപ്പോഴും കൂടെ നടക്കും. ഭക്ഷണം കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, കുളിപ്പിക്കും, കിടത്തിയുറുക്കും. എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും അല്ലേ. അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാത്ത അടുത്തുപോയി. പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. എപ്പോഴും കുട്ടി സമീപത്ത് വേണം അബ്ദുൽ മുത്തലിബിന്. എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഇങ്ങെത്തും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയാണ്. യസ്രിബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല. ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം. എന്നാലും പോയി വരട്ടെ, ദുഃഖം സഹിക്കാം. യാത്രയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കം തുടങ്ങി. കാത്തിരുന്ന ദിനം പുലർന്നു.
ഒട്ടകവും ഒട്ടകക്കാരും തയ്യാറായി. അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു വേദനയോടെ യാത്ര പറഞ്ഞു. ഉപ്പൂപ്പായെ പിരിയാൻ മോനും വിഷമം തന്നെയാണ്, ഞങ്ങൾ പോയി വരട്ടെ. ആമിന ബീവി റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു. എല്ലാവരുടെയും ചിന്തകൾ 6 വർഷങ്ങൾക്കപ്പുറത്തേക്ക് കടന്നുപോയി. കച്ചവടത്തിന് പോയ അബ്ദുള്ള യസ്രിബിൽ വെച്ചുണ്ടായ മരണം, ആ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സ്വന്തം മകനും ഭാര്യയും പുറപ്പെട്ടിരിക്കുകയാണ്. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. മാതാവിനോടൊപ്പമുള്ള യാത്ര. അങ്ങനെ ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി. യാത്രക്കാർ യസ്രിബിലെത്തി. ബനു നജ്ജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വട്ട് നിന്നുപോയി. അവർക്ക് സന്തോഷം അടക്കാനായില്ല. 6 വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകൻ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. വെളുത്ത മുഖം വാടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുകയാണ്. ആമിന, നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗം ഇങ്ങെത്തും. എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയാളിതാ ഇവിടെ വരെ എത്തിയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരനിതാ കിടക്കുന്നു ഈ ഖബറിൽ. നിയന്ത്രണം വിട്ടുപോയി ആമിന ബീവിയുടെ. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കബളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പൊന്നു മോനും കഴിയുന്നില്ല. മോനും കരയുകയാണ്. ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുകയാണ്. വിരഹവേദന അറിയുകയാണ്. കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞു. ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി. കണ്ണീർ കണങ്ങൾക്കും നെടുവൂർപ്പുകൾക്കും ആ ഉമ്മു ഐമൻ എന്ന അടിമ പെൺകുടി സാക്ഷിയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം. 6 വയസ്സുകാരൻ ഓടി ഓടി നടന്നു കാണുകയാണ്. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവ്വം നോക്കിക്കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൾത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈകാലുകൾ എല്ലാം എത്ര അഴകായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്രയോ വ്യത്യസ്തം. ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു. സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 6ാമത്തെ വയസ്സിൽ നീന്തൽ പഠിക്കുകയുണ്ടായി. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ. ബന്ധുക്കളുടെ വീട്ടിൽ 1 മാസം താമസിച്ചു. ഇനി മടക്കയാത്രയാണ്. ബന്ധുക്കളോട് യാത്ര പറച്ചിൽ, വേർപാടിന്റെ വേദന, കണ്ടുമുട്ടലുകൾ, ഒന്നിച്ചുള്ള ജീവിതം, അതിന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ വേർപിരിയൽ. 6 വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. ഒട്ടക കട്ടിലിൽ കയറിയിരുന്നു. ബന്ധുക്കൾ ചുറ്റും കൂടി. വീണ്ടും വരണം, അടുത്ത കൊല്ലവും വരണം. ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പോയി വരട്ടെ. അങ്ങനെ ഒട്ടകം നീങ്ങി. മടക്ക് യാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ 1 മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ്. കരിമലകൾ അകന്നകന്നു പോയി. അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു. ഉപ്പൂപ്പ, എനിക്കുടനെ ഉപ്പൂപ്പയെ കാണണം. കണ്ടിട്ടെത്ര നാളായി. അങ്ങെത്തട്ട മോനെ. മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു. കുറെ ദൂരം യാത്ര ചെയ്തു. അബ്ബവാ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു. മുഖത്ത് നല്ല ക്ഷീണം. ഒട്ടകപ്പുറത്ത് ഇരിപ്പുറയ്ക്കുന്നില്ല. ഉമ്മയ്ക്ക് എന്തു പറ്റി? ഉമ്മ മകൻ വേദനയോടെ വിളിച്ചു. ഉമ്മയ്ക്ക് വയ്യ മോനെ. നേർത്ത ശബ്ദത്തിൽ ആമിന ബീവി മറുപടി പറഞ്ഞു. അങ്ങനെ ഒട്ടകം മുട്ടുകുത്തി അബവാ എന്ന് പറയുന്ന സ്ഥലത്ത്. യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി. ഉമ്മ താഴെ കിടക്കുകയാണ്. വെള്ളം കുടിച്ചു. ക്ഷീണം കുറയുന്നില്ല. 6 വയസ്സുകാരന്റെ മനസ്സ് തപിക്കുകയാണ്. ഉമ്മ എന്താണ് എഴുന്നേൽക്കാത്തത്? ഉമ്മ എഴുന്നേറ്റിട്ട് വേണം യാത്ര തുടരാൻ. യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തൂ. മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ. മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ഉമ്മ കണ്ണു തുറന്നു മകനെ നോക്കി. പിന്നെ ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ നോക്കി. ഇരുവരും സമീപത്ത് തന്നെയുണ്ട്. ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു. പൊന്നുമോന്റെ കൊച്ചു കൈ പിടിച്ചു. അത് ഉമ്മു ഐമന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്റെ പൊന്നുമോനെ അവന്റെ ഉപ്പൂപ്പായുടെ കയ്യിൽ കൊണ്ടു ചെന്നേൽപ്പിക്കണം. ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഉമ്മ പറഞ്ഞത്? മോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉമ്മു ഐമനും കരച്ചിലടക്കാനായില്ല.
ദുഃഖം തളം കെട്ടി നിന്നു. അവിടെ മരണത്തിന്റെ കാലൊച്ച. 20 വയസ്സുള്ള ആമിന ബിവി റളിയല്ലാഹു അൻഹ മോനെ കണ്ടു കൊതി തീർന്നിട്ടില്ല. കണ്ണുകൾ തളരുന്നു, നെറ്റിത്തടം വിയർക്കുന്നു, ശ്വാസം നിലച്ചു, കണ്ണുകൾ അടഞ്ഞു, ശരീരം നിശ്ചലമായി. മരണം കൺമുമ്പിൽ കണ്ടു കുട്ടി. പിതാവിനെ കണ്ടിട്ടില്ല, ഖബറിടം മാത്രം കണ്ടു. അതിന്റെ ദുഃഖവും സഹിച്ച് ഏറെ കഴിയും മുമ്പേ മാതാവും ഇതാ ചലനമറ്റു കിടക്കുകയാണ്. ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല. ആമിന ബിബി റളിയല്ലാഹു അൻഹായുടെ ജനാസ അവിടെ ഖബറടക്കപ്പെട്ടു. 6 വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തുകയാണ്. വീണ്ടും യാത്ര തുടരുകയാണ്. മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി. മാതാവിന്റെ മരണരംഗം കൺമുമ്പിൽ നിന്നും മായുന്നേ ഇല്ല. ഒട്ടകം വന്നു. ഒട്ടകക്കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മു ഐമനും ഇറങ്ങി വന്നു. 6 വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ. ഉപ്പൂപ്പ! കുട്ടി നിയന്ത്രണം വിട്ട് കരയുകയാണ്. പൊന്നുമോനെ! മോനും ഉപ്പൂപ്പായും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്റെ റബ്ബേ, ഈ മോന്റെ എന്തൊരു ഗതിയാണ്! അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു. ഇനി ഈ കുട്ടിക്കു ഞാൻ മാത്രമേയുള്ളൂ. അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും, ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് നടക്കാനിറങ്ങും, ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും. കുട്ടിയെ വിട്ട് പിരിയാനാവുന്നില്ല. 2 വർഷങ്ങൾ കടന്നുപോയി. കുട്ടിക്ക് 8 വയസ്സായി. വൃദ്ധനായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. ആളുകൾ ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച എന്താണ്? മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന 8 വയസ്സുകാരൻ. ദുഃഖത്തിനുമേൽ ദുഃഖം. മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി. മയ്യത്ത് കട്ടിൽ നീക്കിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുകയാണ്. ഖബറടക്കം കഴിഞ്ഞു. ഒഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു. ഉപ്പൂപ്പയുടെ ഖബറിനു നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് 8 വയസ്സുകാരൻ നടന്നു വരികയാണ്. അങ്ങനെ വീട്ടിലെത്തി. ഉപ്പൂപ്പ കിടന്ന കട്ടിൽ. ഉപ്പൂപ്പായെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താനും ഈ കട്ടിലാണ് കിടന്നത്. ഇതാ ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്റെ ഉപ്പൂപ്പ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അങ്ങനെ 4 വർഷങ്ങൾ പിന്നിട്ടു. അന്ന് റസൂലുള്ളാക്ക് 12 വയസ്സ് പ്രായം. ഷാമിലേക്ക് കാഫില പുറപ്പെടാൻ സമയമായി. കൊല്ലത്തിലൊരിക്കൽ അബൂ ത്വാലിബും കാഫിലയോടൊപ്പം പോകും. ഞാനും കൂടി വരാം. കുട്ടിയുടെ ആവശ്യം. പൊന്നുമോനെ, മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല, വളരെ പ്രയാസമാണ്. മോൻ ഇവിടെ ഇരുന്നാൽ മതി. അബൂ ത്വാലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതൊന്നും സാരമില്ല, ഞാനും വരാം. കുട്ടി നിർബന്ധം പിടിച്ചു. അബൂ ത്വാലിബ് വല്ലാതെ വിഷമിച്ചു. കുട്ടിയെ കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല. മരുഭൂമിയിലെ ദീർഘയാത്രയാണ്. കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. എന്തു വേണം, കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ. മോനെയും കൂടി കൊണ്ടുപോകാം എന്ന് അബൂ ത്വാലിബ് അവസാനം പറഞ്ഞു. കുട്ടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ കാഫില പുറപ്പെട്ടു. അബൂ ത്വാലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി. യാത്രയും കുട്ടിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് ആ സ്ഥലത്തെ കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും. കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും ആ പുന്നാരമോൻ. സന്തോഷകരമായ യാത്ര. യാത്രക്കാർ ബുസ്ര എന്ന സ്ഥലത്തെത്തി. അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു. ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ എന്നായിരുന്നു. പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ. അതിലെ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ബുഹൈറ അബൂ ത്വാലിബിന്റെ മുമ്പിലെത്തി. എന്നിട്ടൊരു ചോദ്യം, ഈ കുട്ടി ഏതാണ്? അബൂ ത്വാലിബ് പറഞ്ഞു, എന്റെ മോനാണ്. നിങ്ങളുടെ സ്വന്തം മകനോ? ബുഹൈറ വീണ്ടും ചോദിച്ചു. അബൂ ത്വാലിബ് എന്തോ ആലോചിച്ചു നിന്നു. നിങ്ങളുടെ മകനാകാൻ വഴിയില്ല, പറയൂ, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ബുഹൈറ തറപ്പിച്ചു തന്നെ ചോദിച്ചു. എന്റെ സഹോദരപുത്രനാണ്. എന്റെ സഹോദരൻ അബ്ദുള്ളയുടെ മകനാണ്. അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ എവിടെയാണ്? ബുഹൈറ ചോദിച്ചു. അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. വീണ്ടും ചോദിച്ചു, എപ്പോഴാണ് ആ കുട്ടിയുടെ പിതാവ് മരിച്ചു? അബൂ ത്വാലിബ് പറഞ്ഞു, ഈ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു. എങ്കിൽ ഈ കുട്ടി അതുതന്നെയാണ്. എന്താ താങ്കൾ പറയുന്നത്? ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ജൂതന്മാർ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും. ഉടനെ തന്നെ തിരിച്ചു പോകണം. ശത്രുക്കൾ കാണാൻ ഇടവരരുത്. അബൂ ത്വാലിബ് ഭയന്നുപോയി. പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു. ഷാമിലെത്തി. കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു. വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു വേഗം മടങ്ങി. കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി. ജൂതന്മാർ കാണാതെ നോക്കണം. അവർ കുട്ടിയെ തിരിച്ചറിയും. പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമായുള്ളൂ. ഇനി ദൂരയാത്രയ്ക്കൊന്നും അയക്കരുത് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. കുട്ടിയുടക്കൊക്കെ വീട്ടിലെ കുട്ടികളോടൊപ്പം ആടിനെ മേക്കാൻ പോകുമായിരുന്നു.
ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും. മക്കക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ്. ഒരു ബഹളത്തിനും പോകില്ല, ആളുകളെ സഹായിക്കും, സത്യം മാത്രമേ പറയുകയുള്ളൂ. മക്കക്കാർ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ, സത്യസന്ധൻ എന്നു തന്നെയാണ്. വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കാം, കള്ളം പറയില്ല. മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട്. അവർ ഇടയ്ക്കിടെ ബഹളം വെക്കുന്നവരാണ്. നിസാര കാരണം മതി അടിപിടി കൂടാൻ. എല്ലാവർക്കും പ്രതികാര ചിന്തയാണ്. അതില്ലാത്തവർ കുറവാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് മടിക്കും. ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 14 വയസ്സുള്ളപ്പോൾ വലിയൊരു യുദ്ധം നടന്നു. 4 വർഷം നീണ്ടുനിന്ന യുദ്ധം, ഫിജാർ യുദ്ധം. ഖുറൈശികളും ഗൈസികളും തമ്മിൽ നടന്ന യുദ്ധം. നീതി ഖുറൈശികളുടെ ഭാഗത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരന്മാരായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. അമ്പുകൾ പെറുക്കി കൊടുക്കുക എന്ന ജോലി അൽ അമീനും ചെയ്തിരുന്നു. ഖുറൈശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവ്യനായിരുന്നു. യുദ്ധം മൂലം നാട് നശിച്ചു. മക്കയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു. സർവത്ര ദാരിദ്ര്യം പടർന്നു. കൊല്ലപ്പെട്ടവർ നിരവധിയാണ്. അവരുടെ മക്കളെ നോക്കാൻ ആളില്ല. അവർ നാഥനില്ലാതെ അലഞ്ഞു നടന്നു. അവരെ പലരും ആക്രമിച്ചു. ഈ അവസ്ഥ അൽ അമീൻ എന്ന കുട്ടിയെ വളരെ വേദനിപ്പിച്ചു. തന്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കിക്കണ്ടു. കൊല്ലപ്പെട്ടവരുടെ വിധവകളുടെ അവസ്ഥ ദയനീയമായിരുന്നു. ഒരു യുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കണ്ടു. മറക്കാനാവാത്ത ദുരിതങ്ങൾ. വിദേശികൾക്ക് ഖുറൈശികളോടുണ്ടായിരുന്ന ഭയവും ആദരവും നഷ്ടപ്പെട്ടു പോയി. ഖുറൈശികൾ വളരെയേറെ വേദന സഹിച്ചു. ഉക്കാള് ചന്തയിൽ വെച്ചാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത്. കഅബയും അതിന്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ഹറം പുണ്യഭൂമിയായി പണ്ടേ കരുതി പോരുന്നതാണ്. അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല. പക്ഷേ ശത്രുക്കൾ ഇവിടെ യുദ്ധക്കളമാക്കിയില്ലേ, എങ്ങനെ സഹിക്കും? റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു. ഫിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്തുകളഞ്ഞു. മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി. ഇത് അധാർമിക യുദ്ധമാണ്. ഫിജാർ യുദ്ധം എന്ന പേരിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ്. മക്കയിൽ നാശം വിതച്ച ഫിജാർ യുദ്ധം. ഖുറൈശികൾ ചിന്തിച്ചു. അവർ ആലസ്യത്തിൽ നിന്നുണർന്നു. മക്ക പട്ടണത്തിനു നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തുനിഞ്ഞിട്ടില്ല. അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു. മക്കയിൽ വെച്ചു യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല. വിദേശികളെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ ധിക്കാരികൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു. ആരോ അയാളെ ആക്രമിച്ചു. കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു. അയാൾ ഖുറൈശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു. ഈ സംഭവം ഖുറൈശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു. അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം. യാത്രക്കാർ ആക്രമിക്കപ്പെടരുത്. മക്ക പട്ടണത്തെ ആക്രമിക്കരുത്. ഇതൊക്കെ സാധ്യമാക്കാൻ എന്തു ചെയ്യണം? ഖുറൈശി പ്രമുഖർ അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ വീട്ടിൽ സമ്മേളിച്ചു. സുദീർഘമായി ചർച്ച നടത്തി. ചില തീരുമാനങ്ങൾ എടുത്തു. ബനു ഹാഷിം, ബനു മുത്തലിബ്, ബനു അബ്ദി മനാഫ്, ബനു അസദ്, തൈം ഇബ്നു മുറ എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. അൽ അമീൻ എന്ന ചെറുപ്പക്കാരനും ആ ചർച്ചയിൽ പങ്കെടുത്തു. അവർ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ ആക്രമിക്കപ്പെടരുത്. വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകണം. മർദ്ദിതന് സംരക്ഷണം നൽകണം. മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കണം. അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ സമരം ചെയ്യണം. ഈ ഉടമ്പടിക്ക് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നു. പിതൃവ്യനായ സുബൈറിനോടൊപ്പം ബാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു. പിൽക്കാലത്ത് ഹിൽഫുൽ ഫുദൂലിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ സംസാരിച്ചിട്ടുണ്ട്. ഹിൽഫുൽ ഫുദൂലിനെ ഞാൻ മേത്തരം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും. ഈ ഉടമ്പടി സംരക്ഷിക്കാൻ ഖുറൈശി ഖബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചു നിന്നു. അത് കാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു. മക്കയിൽ വെച്ച് ആക്രമണങ്ങൾ നടന്നില്ല. സമാധാനത്തിന്റെ കാലഘട്ടം വന്നു. അബൂ ത്വാലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ. ഫിജാർ യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. മക്കയുടെ നാശം തന്റെ അധികാരത്തെ തകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു വന്നതോടെ അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് സംസാരിക്കാം. എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم.